പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ SIയുടെ ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം CA വന്നായിരുന്നല്ലോ. അങ്ങനെ CAയുടെ അടുത്തോട്ട് കൊണ്ടുവരുവാണ് അലീനെ. എന്നിട്ട് അലീനോട് ഇരിക്കാനൊക്കെ പറയും. അത് കഴിഞ്ഞ് അലീനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് CA തന്നെ അലീനോട് പറയുന്നുണ്ട്, അന്ന് നീ നിൻ്റെ വയറ്റിൽ അബദ്ധത്തിൽ കത്രിക കുത്തി കയറിയതാണ് എന്ന് പറഞ്ഞ് അവന്മാരെ രക്ഷിച്ചു. അങ്ങനെ ഇനിയും അവന്മാരെ രക്ഷിച്ചുകൊണ്ട് പോകാമെന്നാണോ നിൻ്റെ വിചാരം? അത് നടക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അന്നത്തെ ആ സംഭവത്തിൻ്റെ പേരിൽ പരാതി എഴുതി കൊടുക്കാൻ പറയുവാണ് അലീനയോട്. കാരണം ഒരു സാക്ഷി വേണമല്ലോ. അപ്പോൾ ഇതിനു മുമ്പും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അലീന പരാതി കൊടുത്തിട്ട് സാക്ഷിയായിട്ടൊക്കെ ഒപ്പിട്ട് കൊടുത്തു കഴിയുമ്പം കേസിന് കുറച്ചുകൂടെ ബലം വരും. അതിനു വേണ്ടിയാണ്. പക്ഷേ അലീന അത് ചെയ്യില്ല എന്ന് പറയുന്നു. പോലീസുകാർ ചുറ്റും നിന്ന് നിർബന്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കേസിൽ ഒരു 5ാം പ്രതിയായിട്ട് അലീനെ ഉൾപ്പെടുത്തും എന്ന് വരെ പറയുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കില്ലാത്ത പരാതി ഞാൻ ഒരു പേപ്പറിലും എഴുതി ഒപ്പിട്ട് തരില്ല എന്ന് നല്ല സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പോലീസുകാർ ചുറ്റും നിന്ന് നിർബന്ധിച്ചിട്ടും അങ്ങനെ ഒരു പരാതി എനിക്കില്ല എന്ന് തന്നെ അലീന പറയുന്നുണ്ട്. അലീനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടാൻ അവർ തയ്യാറാകുന്നില്ല. എങ്ങനെയെങ്കിലും പേടിപ്പിച്ചെങ്കിലും അലീനെ കൊണ്ട് പരാതി എഴുതി മേടിപ്പിക്കാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ അലീനയുടെ ആ സ്റ്റാൻഡ്, അലീന ഈ ഒരു കാര്യത്തിലെടുക്കുന്ന നിലപാട് എന്താണ് എന്ന് കാണുന്ന രോഹിത്തിന് ആകെ വിഷമാവുന്നുണ്ട്. രോഹിത്ത് സെല്ലിൽ വിഷമിച്ചിരിക്കുന്നതും തൊട്ടുപുറത്ത് കസേരയിലിരിക്കുന്ന അലീനയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ രോഹിത്തിന് മിക്കവാറും ഇത്രയൊക്കെ അലീനയോട് താൻ ചെയ്തല്ലോ, അല്ലെങ്കിൽ അലീനയോട് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഞാൻ ഇതിനു മുമ്പ് പെരുമാറിയത് എന്ന് ഓർക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടാകും. അതുപോലെ രാത്രിയായിട്ടും അലീനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ടില്ല എന്നറിയുമ്പോൾ കൃഷ്ണമോൾക്ക് ടെൻഷൻ ആവുന്നുണ്ട്. ഭവതിക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട്. കാരണം അവന്മാരുടെ ഫോണൊക്കെ പോലീസുകാരുടെ കയ്യിലല്ലേ, അതുകൊണ്ടാകാം. പിന്നീട് അലീനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്നും അലീനയെ കൊണ്ട് പരാതി എഴുതി മേടിപ്പിച്ച് അതിൽ സൈൻ ചെയ്യിപ്പിക്കാൻ പോലീസുകാർ ശ്രമിക്കുന്നുണ്ടെന്നും ഉള്ള കാര്യം വൈജയന്തി അറിയിക്കുന്നു. വൈജയന്തിക്ക് ആകെ പേടിയാവുന്നുണ്ട്. വൈജയന്തിയോട് ഇത് പറയുന്നത് സുലോചനയാണ്. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ബാലേന്ദ്രനെ അറിയിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ആകെ ടെൻഷനായി ICUയിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ തുടങ്ങുന്നു. സുലോചനയും നേഴ്സും കൂടി പിടിച്ച് കിടത്തുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു പ്രൊമോ ആയിട്ട് കാണിച്ചത്.